പ്രിയ നഖം കടിക്കുന്നത് കണ്ട് മീരയും നന്ദുവും എല്ലാവരും അവളെ നോക്കി. ഇവൾക്കിതെന്തു പറ്റി? മഹി എല്ലാവരെയും ഒന്ന് നോക്കി, എന്നിട്ട് തുടർന്നു. അമ്മേ, അച്ഛാ, എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. മഹി പറഞ്ഞു കേട്ടതും എല്ലാവരും ഞെട്ടലോടെ അവനെ തന്നെ നോക്കി നിന്നു. എന്താ, നീ ഒരു പെൺകുട്ടിയെ? ആർക്കും അത് വിശ്വസിക്കാൻ പറ്റിയില്ല. എന്താ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നത്? മഹി അവരോടായി ചോദിച്ചു. ഏട്ടാ, ആ നഴ്സിനെയാണോ? വീണ്ടും നോ, അല്ല, ഇവളെ. മഹി പ്രിയയെ ചൂണ്ടി പറഞ്ഞു. ഞാൻ പ്രണയിക്കുന്നത് സുപ്രിയയെയാണ്. അത് കേട്ടതും കരഞ്ഞുകൊണ്ടിരുന്ന പ്രിയ ചാടിയെണീറ്റ് മഹിയുടെ അടുത്തേക്ക് ഉറഞ്ഞു തുള്ളി വന്നു. ഡാ! പ്രിയ മഹിയുടെ കോളർ പിടിച്ചുലച്ചുകൊണ്ട് കവിളിലേക്ക് ഒന്നുകൊടുത്തു. പ്രിയമോളെ, എന്താ ഇത്? അമ്മേ, ഞാൻ ദേ ഈ മഹിയേട്ടനെ പ്രണയിക്കുന്നുണ്ട്. എനിക്കിഷ്ടമാണ് മഹിയേട്ടനെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയ എല്ലാവരുടെയും മുന്നിൽ വെച്ച് മഹിയെ ഇറുകെ പുണർന്നു. ഏട്ടാ, ഞാൻ എൻ്റെ എല്ലാ കാര്യവും ഏട്ടനോടാണ് പറയുന്നത്. ഞാൻ മഹിയേട്ടനെ പ്രണയിക്കുന്ന കാര്യം കാശിയേട്ടനോട് പറയണമെന്നുണ്ടായിരുന്നു. എന്നാ പ്രിയ തല താഴ്ത്തി നിന്നു. കാശിയും ബാക്കി എല്ലാവരും ചിരിക്കുന്നത് കേട്ട് പ്രിയ മുഖം ഉയർത്തി നോക്കി. എൻ്റെ മോളെ, ദേ ഇവന് വേണ്ടി പണ്ടേ നിന്നെ പറഞ്ഞു വെച്ചതാണ്, നിർമ്മല പറഞ്ഞു. അത് കേട്ടതും പ്രിയ പുഞ്ചിരിച്ചു. അതേ പുഞ്ചിരിയോടെ മഹിയെ നോക്കിയപ്പോൾ അവൻ അവളെ മൈൻഡ് ചെയ്യാതെ റൂമിലേക്ക് പോയി. അത് കണ്ടതും വീണ്ടും പ്രിയ തല താഴ്ത്തി. അത് കണ്ട് സ്നേഹയും മറ്റെല്ലാവരും അവളെ വാരിപ്പുണർന്നു. അപ്പോൾ ആ നഖം കടിക്കലിൻ്റേത് ഇതായിരുന്നു അല്ലേ? നിനക്ക് ഇഷ്ടമായിരുന്നുവെങ്കിൽ നേരത്തെ പറയാമായിരുന്നില്ലേ? ഇതിപ്പോൾ രണ്ടു പേർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് ഉടനെ എന്തായാലും കല്യാണം നടത്തില്ല മോളെ. മോളുടെ പഠിപ്പ് കഴിയാൻ ഇനി 3 മാസമുണ്ടല്ലോ, അത് കഴിഞ്ഞ് നോക്കാം, നന്ദു പറഞ്ഞു. വീണ്ടും ആഴ്ചകളും ദിവസങ്ങളും മാറിത്തുടങ്ങി. പ്രിയയോട് മഹി തെറ്റിയതുപോലെ അഭിനയിച്ച് നടക്കുകയാണ്. ചെക്കനാണെങ്കിൽ പ്രിയയോട് മിണ്ടാതിരിക്കാനും പറ്റുന്നില്ല. മഹി ബാത്റൂമിൽ നിന്ന് ഒരു മൂളിപ്പാട്ടും പാടി റൂമിലേക്ക് വന്നതും കണ്ടു. തൻ്റെ ഫോണിൽ നോക്കിയിരിക്കുന്ന പ്രിയയാണ്. ഡി! മഹിയുടെ അലർച്ച കേട്ട് പ്രിയയുടെ കയ്യിലുണ്ടായിരുന്ന മഹിയുടെ ഫോണ് താഴെ വീണു. താഴേക്ക് വീഴുന്നതിന് മുമ്പേ മഹി വേഗം താഴേക്ക് വീഴാൻ പോയ ഫോണിനെ സ്പീഡിൽ വന്ന് രക്ഷപ്പെടുത്തി. സ്പീഡ് ഇച്ചിരി കുറക്കാമായിരുന്നു. മഹി അടിയിൽ ചുറ്റിയ ബാത്ത് ടവൽ അഴിയുന്നതിന് മുമ്പേ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി. അല്ലായിരുന്നെങ്കിൽ നോ, അത് ആലോചിക്കാൻ കൂടെ വയ്യ. ഇനി ഞാൻ അറിയാതെ എടുത്ത ഫോട്ടോസ് പ്രിയ കണ്ടോ? ആ, അതൊക്കെ പിന്നെ നോക്കാം. നീ ആദ്യം ഈ ഡ്രസ്സ് ഇട്. ഇതാരാ? താനാരാ? ഞാൻ തന്നെയാണ് നീ, നീ തന്നെയാണ് ഞാൻ. അല്ലെങ്കിൽ തന്നെ വട്ട് പിടിച്ചിരിക്കുക. അപ്പോഴാണ് അവൻ്റെ ഒരു ഡയലോഗ്. താനാരാ? നിർത്ത്. അതേ ഡയലോഗ് പറയാനാണെങ്കിൽ വേണ്ട. ബൈ ദ ബൈ, എന്താ വന്നേ? മഹി തൻ്റെ മനസ്സാക്ഷിയോട് ചോദിച്ചു. നിനക്കെന്താ ഇത്ര ജാഥ? ജാഥയോ? ഛേ, അതല്ല, ജാട. ജാടയോ? എനിക്കോ? മഹി തൻ്റെ മനസ്സിനോട് ചോദിച്ചു. മഹി ദേഷ്യത്തോടെ മനസ്സിനെ തല്ലാൻ നിൽക്കുമ്പോഴേക്കും പ്രിയയുടെ നിലവിളി കേട്ടു. ദൈവേ, എൻ്റെ പ്രിയ! മഹി ഡ്രസ്സ് പോലും മാറ്റാതെ ബാത്ത് ടവൽ ചുറ്റി പ്രിയയുടെ അടുത്തേക്ക് പാഞ്ഞു. എന്താ അത്? അവിടെ എന്താ? ഇവിടെ ദേ. മഹി നോക്കിയപ്പോൾ അതാ ഇളിച്ചോണ്ട് നിൽക്കുന്നു. എന്ത്? വേറെ ആരുമല്ല, നമ്മുടെ 8 ചേട്ടൻ. അത് കണ്ടതും മഹിയും കിടന്ന് കാറാൻ തുടങ്ങി. അതേ, നമുക്ക് അങ്ങോട്ട് നിൽക്കാം. എന്തേ? മഹി പറഞ്ഞു. മഹിയേട്ടന് 8 പേടിയാണോ? അല്ല, നോ, ഐ ആം ഡോക്ടർ. പ്രിയ ചിരി കടിച്ചു പിടിച്ചു നിന്നു. പെട്ടെന്നാണ് തൻ്റെ അരയിൽ ഇഴയുന്ന മഹിയുടെ കൈകൾ നോക്കി. മഹിയുടെ പ്രണയത്തോടെയുള്ള നോട്ടം നേരിടാനാവാതെ പ്രിയ മഹിയിൽ നിന്നും നോട്ടം മാറ്റി. പോവാൻ നിന്നതും മഹി പ്രിയെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു. എങ്ങോട്ടാണ്? അത് ഞാൻ പോട്ടെ, എനിക്ക് പഠിക്കാനുണ്ട്. ഇത്രയും നേരം പഠിക്കുന്ന കാര്യം ഓർത്തില്ലേ? എന്തായിരുന്നു എൻ്റെ ഫോണിൽ? മഹി ഗൗരവത്തോടെ ചോദിച്ചതും പ്രിയ തല താഴ്ത്തി നിന്നു. ആരോട് ചോദിച്ചിട്ടാണ് നീ എൻ്റെ റൂമിലേക്കും എൻ്റെ ഫോണും എടുത്തത്? പറയാൻ. അത് ഞാൻ വെറുതെ. അപ്പോഴേക്കും പ്രിയ മുഖം പൊത്തിക്കരഞ്ഞു. അത് കണ്ടതും മഹി വല്ലാണ്ടായി. പെട്ടെന്ന് മഹി പ്രിയയെ അവൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. സോറി മഹിയേട്ട, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ മഹിയേട്ടൻ തല്ലിപ്പോയതാണ്. ഏട്ടനൊരു പെണ്ണിനെ സ്നേഹിക്കുക എന്നൊക്കെ കേട്ടപ്പോൾ എൻ്റെ നിയന്ത്രണം വിട്ടുപോയി. അതാ ഞാൻ. മഹി പ്രിയയെ നോക്കി. എന്നോട് പിണങ്ങല്ലേ മഹിയേട്ട. എന്നോട് പിണങ്ങി നടക്കുമ്പോൾ ദേ ഇവിടെ ഒരു വേദനയാ. പ്രിയ അവളുടെ നെഞ്ച് തൊട്ട് കാണിച്ചു. എനിക്കെൻ്റെ പ്രിയമോളോട് പിണങ്ങാൻ പറ്റുമോ? ഞാൻ അഭിനയിക്കായിരുന്നില്ലേ? മഹി പറഞ്ഞു. അപ്പോൾ എന്നോട് പിണക്കം നടിച്ചതാണോ? ആടി. പ്രിയ മഹിയുടെ നഗ്നമായ നെഞ്ചിൽ തല ചായ്ച്ചു. പെട്ടെന്ന് അവിടെ കാശിയെ കണ്ടതും പ്രിയ മഹിയെ നോക്കി പുറത്തേക്ക് പോയി. കാശി വന്നത് കണ്ട് അതേ ഗൗരവത്തിൽ തന്നെ മഹി കാശിയെ നോക്കി. എന്തായിരുന്നു ഇവിടെ? ഇവിടെ എന്താ? ഒന്നുമില്ല. കാശി മഹിയെ നോക്കി എന്നിട്ട് പറഞ്ഞു. പ്രിയമോള് എന്നോടെല്ലാം പറഞ്ഞു. ആ സുമിത്ര ഇനി എഴുന്നേറ്റ് നടക്കില്ല. എൻ്റെ അനിയത്തിയുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കി അവരെ ഞാൻ വെറുതെ വിടില്ല. അവരെ അനുഭവിക്കണം. കാശി ദേഷ്യത്തോടെ മഹിയോടായി പറഞ്ഞു. നന്ദന ഐഷുവിൻ്റെ വയറിൽ ചെവി ചേർത്തു. മോളെ, കുഞ്ഞനങ്ങുന്നുണ്ട്.
നന്ദന പറഞ്ഞു കേട്ടതും എല്ലാവരും വന്ന് ഐഷുവിൻ്റെ വയറിൽ തൊട്ടുനോക്കി. അജ്മലിൻ്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് ഐഷുവിന് വല്ലാണ്ടായി. അജുക്ക, എന്താ ഇത്? ഏയ്, സന്തോഷം കൊണ്ടാണടി. എനിക്കെന്ന് പറയാൻ ഇപ്പോൾ ആരൊക്കെയാണ്? ഒരു കാലത്ത് കാശിയും വിജയുമായിരുന്നു എൻ്റെ എല്ലാം. ഇപ്പോൾ നീയും എൻ്റെ കുഞ്ഞും. അപ്പം ഞങ്ങളൊക്കെ ഇല്ലേ? ദേ, സെൻ്റടി ഇപ്പോൾ അജൂക്കാക്ക് കൂടിയിട്ടുണ്ട് കേട്ടോ. അത് നിർത്തിക്കോണം, നന്ദന പറഞ്ഞു. അന്നത്തെ ദിവസം എല്ലാവരും കൂടി ഒരു ട്രിപ്പിന് പോവാൻ തീരുമാനിച്ചു. നന്ദു, നെറ്റിയിലെ മുറിവ് ഉണങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഒതുങ്ങിയിരുന്നോളണം. നന്ദു കാശിയുടെ മീശ പിരിച്ചു. അതെ, എന്നെ നോക്കാൻ ഇവിടെ കലിപ്പം ബോസുള്ളപ്പോൾ എന്തിനു പേടിക്കണം? അതെ, കുസൃതി കാട്ടല്ലേ, ഞാൻ പോണു. കാശി നന്ദുവിൻ്റെ കവളിൽ അമർത്തി ചുംബിച്ചു. കാശിയും കുടുംബവും അതിരപ്പള്ളിയിലേക്കാണ് പോയിരുന്നത്. അവിടെ എത്തിയതും നന്ദുവും ഐഷവും ഒഴിച്ച് മീര, പ്രിയ എല്ലാവരും വെള്ളത്തിലിറങ്ങി. പ്രിയമോളെ, അധികം ഒഴുക്കുള്ള ഭാഗത്തേക്ക് പോവല്ലേ. അരുൺ മീരയെ നോക്കി. കൊച്ചു കുട്ടിയെപ്പോലെ വെള്ളത്തിൽ കളിക്കുന്ന മീരയുടെ ഫോട്ടോസ് അരുൺ ഫോണിലായി പകർത്തി. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. എല്ലാവരും പ്രിയയുടെ അവസ്ഥ കണ്ട് ഞെട്ടി നിന്നു. മോളെ പ്രിയേ. വൈദേഹി വലിയ വായിൽ കരയാൻ തുടങ്ങി. അരുണും ബിനോയും പ്രിയയെ വെള്ളത്തിൽ നിന്നും എടുത്ത് പാറയിൽ കിടത്തി. മഹി പ്രിയയുടെ വയറിൽ അമർത്തി. പേടിക്കാനൊന്നുമില്ല, വെള്ളം നന്നായി അകത്ത് പോയിട്ടുണ്ട്. പ്രിയ കണ്ണു തുറന്നതും എല്ലാവർക്കും സമാധാനമായി. പിന്നെ അവർ അവിടെ നിന്നില്ല, വീട്ടിലേക്ക് തിരിച്ചു. എന്താ മോളെ, അമ്മ പറഞ്ഞതല്ലേ? പ്രിയ വൈദേഹിയെ കെട്ടിപ്പിടിച്ചു. എപ്പോഴത്തെ പോലെ മീരയും സാന്ദ്രയും സ്നേഹയും പ്രിയയും കെട്ടിപ്പിടിച്ചു കിടന്നു. നന്ദന കോഫി കുടിച്ചുകൊണ്ട് മുന്നിലേക്ക് നോക്കിയതും കണ്ടത് ബുള്ളറ്റ് കഴുകുന്ന കാശിയേട്ടനെയാണ്. മഹി ആശുപത്രിയിലേക്ക് പോവാൻ നിൽക്കുമ്പോഴാണ് നന്ദന കാശിയെ നോക്കി നിൽക്കുന്നത് കണ്ടത്. എന്താണ്? മഹിയെ കണ്ടതും നന്ദു ഒരു ചമ്മിയെ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. അതെ അനിയ, മോളെ പ്രലോഭിക്കാനുള്ള പണിയിലാണോ? പ്രലോഭിപ്പിക്കാനോ? ആരെ? കാശി ചോദിച്ചു. നന്ദുമോൾ ഇവിടെ നിന്നെ നോക്കി നിൽക്കുമായിരുന്നു. നോക്കണ്ടേ? മോൾ ഇപ്പോൾ പോയതേ ഉള്ളൂ. കാശി മഹിയെ നോക്കി. നിനക്കിന്ന് ഓഫീസില്ലേ? ഉണ്ട്, 10 മണിക്ക് പോയാൽ മതി. എന്നാൽ ഞാൻ ഇറങ്ങുന്നു. ഏട്ടാ, കഴിച്ചിട്ട് പോ. വേണ്ടടാ, ടൈമായി. ഇന്നൊരു സർജറി ഉള്ളതാണ്. ആസ് എ ഡോക്ടർ എന്ന നിലക്ക് എനിക്ക് രോഗികളുടെ കാര്യം നോക്കിയല്ലേ പറ്റൂ. മഹിയുടെ കാറ് പോയതും കാശി ഒരു ചിരിയോടെ അകത്തേക്ക് പോയി.